إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 198 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട് തന്നെ ഇറങ്ങിയ ആയത്താണിതും. ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങളുടെ മേൽ തെറ്റില്ല അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല അൻ തബ്തഖു ഫളലൻ മിൻ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്നുള്ള ഫളിൽ അനുഗ്രഹം അന്വേഷിക്കുന്നതിന് തേടുന്നതിന് നിങ്ങളുടെ മേൽ തെറ്റില്ലെന്ന് പറഞ്ഞാൽ, അറബികൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കച്ചവടങ്ങൾ നടത്തിയിരുന്നു. അത്തരം കച്ചവടങ്ങൾ നടത്തുന്നതിനോ അതിൽ നിന്നും ധനം സമ്പാദിക്കുന്നതിനോ യാതൊരു തരത്തിലും തെറ്റില്ല. കാരണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുപ്പിടിപ്പിക്കാൻ അത് വളരെയധികം അത്യാവശ്യമാണ്. അത്തരം കാര്യങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളല്ല എന്ന് ഉണർത്തിക്കൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്. ഫഇദാ അഫൽതും മിൻ അർഫാത്ത്, അർഫയിൽ നിന്നും നിങ്ങൾ ഒഴുകി വന്നാൽ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അറഫയിൽ നിന്നും ഒഴുകി വന്നാൽ, എവിടേക്ക് ഒഴുകി വന്നാൽ ഫദുകുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അരിൽ ഹറാം എന്ന് പറഞ്ഞാൽ മുസ്ദലിഫയിലുള്ള ഒരു കുന്നും പ്രദേശമാണ്. ആ മുസ്ദലിഫയിലുള്ള ആ പ്രദേശത്ത് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. എങ്ങനെയാണ് ഇതിന്റെ രൂപം? അതായത് അറഫയിൽ നിന്നും മഗ്രിബോടടുത്ത സമയത്താണ്, മഗ്രിബ് ബാങ്ക് വിളിച്ച സമയത്താണ് അറഫയിൽ നിന്നും മനുഷ്യരെല്ലാം മുസ്ദലിഫയിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് അവർ ജമ്മും കസ്റുമാക്കി മഗ്രിബും ഇശയും ഒന്നിച്ചു നമസ്കരിക്കുന്നു. ശേഷം അവിടെ കിടന്ന് വിശ്രമിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങുന്നു. അതിനുശേഷം സുബഹി നമസ്കരിച്ച് കൃത്യമായി പ്രകാശം വെളിവായതിനു ശേഷമാണ് അവർ മിനയിലേക്ക് മടങ്ങുന്നത്, യാത്ര തിരിക്കുന്നത്. ഇതൊക്കെയാണ് അതിന്റെ രൂപങ്ങൾ. അതാണല്ലോ പറയുന്നത് ഹറാമിൽ വെച്ചുകൊണ്ട്, അതായത് മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. വദുഖുറുഹു കമാ ഹദാകും, നിങ്ങൾ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്മാർഗം കാട്ടിയതുപോലെ നിങ്ങൾ അല്ലാഹുവിനെ തിരിച്ച് നന്ദി എന്നുള്ള നിലക്ക് ഒരുപാട് അല്ലാഹുവിനെ ഓർക്കണമെന്നാണ് പറഞ്ഞതിനർത്ഥം. പ്രാർത്ഥനകളും അതുപോലെ ദിക്റുകളിലും നിങ്ങൾ ഏർപ്പെടണമെന്നാണ് പറഞ്ഞതിനർത്ഥം. ഇൻ കുന്തും മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ് നിങ്ങളായിരുന്നു നിങ്ങൾ അങ്ങേയറ്റം പിഴച്ചവരായിരുന്നുവല്ലോ. അങ്ങനെ പരസ്പരം പോരടിച്ച പിഴവിന്റെ ശിർക്കിന്റെ മാർഗത്തിൽ നിലകൊണ്ടിരുന്ന ആ സ്വഹാബികളാണ് പിന്നീട് ആ മനുഷ്യരാണ് നല്ല മനസ്സോടുകൂടി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഹജ്ജിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തത്. ഇതൊക്കെയാണ് ഈ ആയത്തിൽ വരുന്ന ഉദ്ദേശങ്ങൾ. നിങ്ങൾ മുമ്പ് പിഴച്ചുപോയവരായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അല്ലാഹു തആല സന്മാർഗം കാട്ടി തന്നിരിക്കുന്നു. അതിന് തിരിച്ചു നന്ദി എന്ന വട്ടം നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.